നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു, അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ സ്നേഹിച്ച പെണ്ണിനെ എന്ത് വില കൊടുത്തിട്ട് നീ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, അത് അപകടമാണ്. ഈ ലോകത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരും പണക്കാരും സാധാരണക്കാരും എല്ലാവരും തേടിപ്പോയ ബിസിനസ്, അത് ബ്ലാക്ക് മാജിക് ആണ്. അതായത് കൂടോത്രം. ഈ ലോകത്ത് വശ്യം, ലവ് സ്പെല്ല്, മന്ത്രവാദം, ബ്ലാക്ക് മാജിക് ഇങ്ങനെ പേരിൽ നല്ലൊരു ബിസിനസ് തന്നെ നടക്കുന്നുണ്ട്. കാരണം മനുഷ്യന് സ്നേഹം വേണം, ആർക്കും റിജക്ഷൻ സഹിക്കാൻ പറ്റില്ല. ഒബ്സഷൻ എന്ന ഈ സിനിമ ഒറ്റ ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സിനിമയിൽ ബെയർ എന്ന യുവാവ് ഒരു മിസ്റ്റിക്കൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതായത് അതിലൊരു വിഷ് പറയുകയാണ്. അവൻ പറയുന്നത്, അവൾ എന്നെ ലോകത്ത് മറ്റാരേക്കാട്ടിലും കൂടുതൽ എന്നെ സ്നേഹിക്കണം. വിഷ് നടക്കുന്നു. അവൾ ബെയറിനെ മറ്റാരേക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നു. പക്ഷെ അവൻ ആഗ്രഹിച്ച പ്രണയം അവന് കിട്ടുന്നില്ല. മറിച്ച് അവിടെ ഒരു നൈറ്റ് മെയറാണ് നടക്കുന്നത്. ഇവിടെയാണ് സിനിമ വ്യത്യസ്തമാകുന്നത്. നീ ഒരാളെ സ്നേഹിക്കാൻ നിർബന്ധം പിടിച്ചാൽ, അയാൾ നന്നായിട്ട് സ്നേഹിക്കാൻ നിർബന്ധിക്കാൻ തുടങ്ങിയാൽ അതൊരു സ്നേഹമാകുമോ? അത് ബ്ലാക്ക് മാജിക്കിലൂടെ സാധിച്ചെടുക്കുകയാണ്. ശരിക്കും ഈ ബ്ലാക്ക് മാജിക് എല്ലാം ഉണ്ടോ? ഒരാളെ സ്നേഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് മാജിക് എന്തായാലും ശരിക്കും ഇല്ല. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ അത് ശരിക്കും ഉണ്ട് എന്നുള്ള ഫീലാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇവിടെയാണ് ട്വിസ്റ്റ്. ബ്ലാക്ക് മാജിക് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയും. ഇഷ്ടം പോലെ ആൾക്കാർ ഈ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്നേഹം വേണം, അറ്റൻഷൻ വേണം, ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കണം എന്നീ ആഗ്രഹങ്ങളൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. കാരണം മനുഷ്യർക്ക് ഒറ്റപ്പെടല്, റിജക്ഷൻ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒബ്സഷൻ എന്ന ഈ സിനിമ ആളുകൾക്ക് കണക്ട് ആയത്. ശരിക്കും പറഞ്ഞാൽ അതിൽ പേടിപ്പിക്കുന്ന രീതിയിൽ ഹൊറർ അല്ല ഉള്ളത്. ആ പെണ്ണിന്റെ ആസക്തി നമുക്ക് ഹൊററായിട്ട് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രേതമോ മോൺസ്റ്റർ കാരണമൊന്നുമല്ല നമ്മൾ പേടിക്കുന്നത്. നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അവൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്നിട്ട് എന്തും കൊണ്ട് അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. നമ്മൾക്കുള്ളിൽ കിടക്കുന്ന ഫാന്റസി, അതാണ് ഒബ്സഷൻ എന്ന മൂവിയിൽ റിയാലിറ്റി ആയിട്ട് കാണിച്ചു തന്നത്. ഇവിടെ വേറൊരു ലെസൺ ഉണ്ട്. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് വെറുപ്പല്ല, ഉടമസ്ഥാവകാശമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണ് സന്തോഷവതിയായിട്ടിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിക്കും സ്നേഹമാണ്. അല്ല, അവളെ എനിക്ക് സ്വന്തമാക്കണം എന്നൊരു വിചാരം മാത്രമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ അതൊരു ഒബ്സഷനാണ്. അതായത് അതൊരു ആസക്തിയാണ്. ആ ആസക്തി വേണിച്ച ഒരു രാത്രിയും കൊണ്ട് നിങ്ങൾക്ക് ഇല്ലാതാവും. ഒബ്സഷൻ എന്ന ഈ സിനിമയിലെ വില്ലൻ അതിലെ നായികയോ ഹൊററോ മന്ത്രവാദമോ മാജിക് സ്പെല്ലോ ഒന്നുമല്ല. എനിക്ക് അവളെ വേണം, എനിക്ക് അവനെ വേണം എന്നൊരാഗ്രഹം മാത്രമാണ് അവിടെ വില്ലനാവുന്നത്. അതിനാലാണ് ഈ സിനിമ നമ്മളെ പേടിപ്പിക്കുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മനുഷ്യരെല്ലാവരും ഒരു തവണയെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. കടന്നു പോകല് മാത്രമല്ല, നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അവൾ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കാത്തവര് കുറവായിരിക്കും. ഒബ്സഷൻ എന്ന ഈ സിനിമ ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിളാണ്. നീ വിചാരിക്കണ സാധനം നിനക്ക് കിട്ടിയാൽ, നീ വിചാരിക്കണ പെണ്ണ് നിനക്ക് കിട്ടിയാൽ, അവൾ ഓവറായിട്ട് സ്നേഹിക്കുമ്പോൾ, അവൾ ആ പൊസസീവ്നെസ് കാണിക്കുമ്പോൾ നീ സന്തോഷവതിയാവുമോ? അല്ലെങ്കിൽ നീ സന്തോഷവാനാവുമോ?